ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. ഓൺലി അറ്റ് റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ഗുരുവായൂർ മമ്മിയൂർ ആര്യഭട്ട കോളേജ് പ്രിൻസിപ്പാളിനെ ഓഫീസ് മുറിയിൽ കയറി ഇടിക്കട്ട കൊണ്ട് ഇടിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. എളവള്ളി കൊട്ടിലിങ്ങൽ വീട്ടിൽ 20 വയസ്സുള്ള മാനവ്, മണിച്ചാൽ പാലത്തിനടുത്ത് എളവള്ളി വീട്ടിൽ 24 വയസ്സുള്ള അഭിജിത്ത്, മുല്ലശ്ശേരി പെരുവല്ലൂർ പൂവന്തറ വീട്ടിൽ 19 വയസ്സുള്ള യദുകൃഷ്ണ, എളവള്ളി വാര്യപ്പിള്ളി വീട്ടിൽ 19 വയസ്സുള്ള ഷാനു എന്ന റിഷാൽ എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സബ് ഇൻസ്പെക്ടർ IS ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ഫെബ്രുവരി 28 ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയുടെ ആൺ സുഹൃത്തും സംഘവുമാണ് ആക്രമണം നടത്തിയത്. ഫീസ് കുടിശ്ശിക തീർക്കാത്തതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥിനിയെ പ്രിൻസിപ്പൽ വിളിച്ചു വരുത്തിയിരുന്നുവത്രേ. ഇതാണ് ആക്രമണത്തിന് കാരണമായി പറയുന്നത്. ആര്യഭട്ട കോളേജിന് അല്പമകലെ പുന്നത്തൂർ റോഡിൽ ബൈക്കുകൾ നിർത്തിയ ശേഷം മാസ്ക് ധരിച്ചെത്തിയ പ്രതികൾ കോളേജിലെത്തി പ്രിൻസിപ്പാളുടെ മുറിയിൽ കയറി പ്രിൻസിപ്പൽ ഡേവിസിനെ ആക്രമിക്കുകയായിരുന്നു. സംഭവം കണ്ട് അധ്യാപികമാർ ഒച്ചവെച്ചതോടെ ആക്രമികൾ ഓടി ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. തുടർന്ന് കേസെടുത്ത ഗുരുവായൂർ ടെമ്പിൾ പോലീസ് മേഖലയിൽ നിരീക്ഷണ ക്യാമറകളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ചാവക്കാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ASIമാരായ ജോബി ജോർജ്, ബിന്ദുരാജ്, അഭിലാഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ്, പ്രഗീൻ കുമാർ, മനു എന്നിവരും പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്, പ്ലാറ്റിനം പോലെ സിൽവർ, ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി.